السلام عليكم ورحمة الله تعالى وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه وأتباعه أجمعين أما بعد. ചില പുരുഷന്മാർ രാവിലെ വീട്ടിൽ നിന്നും ജോലിക്ക് പോകാൻ ഇറങ്ങുമ്പോൾ ഭാര്യയുടെ കയ്യിൽ കുറച്ച് പൈസ കൊടുക്കും. മീൻ വാങ്ങണം, പാല് വാങ്ങണം, അരി വാങ്ങണം, അതുപോലെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി കുറച്ച് പൈസ കയ്യിൽ കൊടുക്കും. 200, 300, 500 രൂപ കയ്യിൽ കൊടുക്കും. വീട്ടിൽ രാത്രി വന്നു കഴിയുമ്പോൾ ചോദിക്കും, രാവിലെ ഞാൻ തന്ന പൈസ എത്രയായിരുന്നു? അത് ഇത്രയായിരുന്നു. എന്തൊക്കെ മേടിച്ചു? അതിനെല്ലാം ഭാര്യ കണക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരവസ്ഥ ഉണ്ട്. അത് ഇത്ര രൂപയ്ക്ക് അത് മേടിച്ചു, ഇത്ര രൂപയ്ക്ക് ഇത് മേടിച്ചു. അവസാനം കിഴിച്ച് കണക്ക് ചോദിക്കുന്ന ചില ഭർത്താക്കന്മാരുണ്ട്, ചില ആണുങ്ങളുണ്ട് വീട്ടിൽ. ആ ഒരു സ്വഭാവം പുരുഷന്മാർക്ക് പറ്റിയതല്ല. സ്ത്രീകളുടെ കയ്യിൽ എന്തെങ്കിലും ആവശ്യത്തിന് കുറച്ച് പൈസ കൊടുത്താൽ അത് ചിലവാക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരു വീട്ടിലുണ്ടാവും. മക്കളുള്ളവരാണെങ്കിൽ പറയും വേണ്ട, അതുണ്ടാകും. അപ്പോൾ ആ കൊടുക്കുന്ന പൈസയ്ക്ക് കണക്ക് ചോദിക്കുന്ന ഒരു സ്വഭാവം പുരുഷന്മാർക്ക് നല്ലതല്ല. അത് ഒഴിവാക്കിയെടുക്കണം. ആ പൈസയുടെ കണക്ക് കൃത്യമായി ഭാര്യ പറഞ്ഞു കൊടുത്തില്ല എങ്കിൽ, അല്ലെങ്കിൽ മാതാവ് പറഞ്ഞു കൊടുത്തില്ല എങ്കിൽ ആ വീട്ടിൽ അലമ്പായി, വഴക്കായി, അടിയായി, പ്രശ്നമായി, പിറ്റേന്ന് മുതൽ ജോലിക്ക് പോകാതെ വീട്ടിൽ കുത്തിയിരിക്കുന്ന ഒരവസ്ഥയാകും. ആ ഒരു സ്വഭാവം പുരുഷന്മാരിൽ നിന്ന് ഇല്ലാതാകാൻ ഒരൊറ്റ വഴി ഞാൻ പറഞ്ഞു തരാം ഇൻഷാ അള്ളാഹ്. അള്ളാഹുവിൻ്റെ പേരായ യാ ഹസീബു യാ അള്ളാഹ്, യാ ഹസീബു യാ അള്ളാഹ് എന്ന് 146 പ്രാവശ്യം ഓതി നിങ്ങൾ ദുആ ചെയ്യുക. സുബഹി നിസ്കരിക്കുന്നവരാണെങ്കിൽ സുബഹി നിസ്കാരത്തിന് ശേഷം, അല്ലെങ്കിൽ ഇശാ നിസ്കാരത്തിന് ശേഷം രാവിലെയും വൈകിട്ടും 146 പ്രാവശ്യം വീതം യാ ഹസീബു യാ അള്ളാഹ് എന്ന് ഓതി ദുആ ചെയ്യണം. അള്ളാഹുവേ, എൻ്റെ മകൻ്റെ, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ, അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ്റെ ഇതുപോലെയുള്ള സ്വഭാവം അള്ളാഹുവേ നീ ഒഴിവാക്കി തരണം എന്ന് ദുആ ചെയ്യണം. മാത്രമല്ല, സൂറത്തുൻ നിസായിലെ 6-ാമത്തെ ആയത്ത്, സൂറത്തുൻ നിസായിലെ 6-ാമത്തെ ആയത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിലോ അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാരയിലോ, ഒരു സ്പൂൺ പഞ്ചസാര മതി, ആ പഞ്ചസാരയിലോ ഈ ആയത്ത് ഓതി ഒറ്റ തവണ, സമയമില്ലാത്തവരാണ് ഒരു തവണ അല്ലെങ്കിൽ 3 തവണ ഓതി ഈ ആയത്ത് ഓതി പഞ്ചസാരയിലോ വെള്ളത്തിലോ ഊതി ഇങ്ങനെയുള്ള പുരുഷന്മാർക്ക് ഉള്ളിൽ കൊടുക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബ്തലുൽ യതാമ ഹത്താ ഇദാ ബലഗുൻ നിക്കാഹ് ഫഇൻ ആനസ്തും മിൻഹും റുശ്ദൻ ഫദ്ഫഉ ഇലൈഹിം അംവാലുഹും വലാ തഅകുലുഹാ ഇസ്റാഫൻ വബിദാറാ അൻ യക്ബറു വമൻ കാന ഗനിയ്യൻ ഫൽയസ്തഅഫിഫ് വമൻ കാന ഫഖീറൻ ഫൽയകുൽ ബിൽ മഅറൂഫ് ഫഇദാ ദഫഅതും ഇലൈഹിം അംവാലഹും ഫഅശ്ഹിദു അലൈഹിം വകഫാ ബില്ലാഹി ഹസീബാ. ഈ ആയത്ത് 3 തവണ ഓതി പഞ്ചസാരയിലോ വെള്ളത്തിലോ ഓതി കൊടുക്കൽ പതിവാക്കിയാൽ പുരുഷന്മാരുടെ ഇതുപോലുള്ള സ്വഭാവം ഇല്ലാതാക്കി നല്ല റാഹത്തിലാക്കി തരും. 1000 രൂപ കയ്യിൽ കൊടുത്തിട്ട് പോയാലും വൈകുന്നേരം വരുമ്പോൾ കണക്ക് ചോദിക്കുന്നൊരവസ്ഥ അവർക്കുണ്ടാകുകയില്ല. അവരുടെ സ്വഭാവം പരിശുദ്ധ ഖുർആന്റെ ഹക്ക് കൊണ്ടും അള്ളാഹുവിൻ്റെ ദിക്റിൻ്റെ ഹക്ക് കൊണ്ടും നല്ല സ്വഭാവത്തിലാകും. അള്ളാഹു സുബ്ഹാനഹു തആല ഖൈറിലും ബറക്കത്തിലും റാഹത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.